ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റൻ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇപ്പോഴത്തെ സിനിമയുടെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. സംഭവം എന്ന് പറയുന്നത് ഖുറേഷിയെ നേരിടാൻ അൻപ് വരുന്നു, അതായത് എമ്പുരാനിൽ അർജുൻ ദാസ് ജോയിൻ ചെയ്തു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ സംഭവിക്കാനിരിക്കുന്ന ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇപ്പോഴത്തെ എമ്പുരാനിൽ അർജുൻ ദാസ് പുള്ളിക്കാരൻ ജോയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു സിനിമയിൽ അർജുൻ ദാസ് അദ്ദേഹം വരികയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. എന്തായാലും എമ്പുരാൻ സിനിമയിൽ അർജുൻ ദാസ് പുള്ളിക്കാരൻ വരാണെങ്കിൽ സംഭവം വേറെ ലെവലാകുമെന്നുള്ള കാര്യം ഷുവറാണ്. നസ്രിയ വീണ്ടും നായികയായിട്ട് സിനിമയിലേക്ക് എത്തുകയാണ്. ബേസിൽ ജോസഫ് നായകനാവുന്ന സൂക്ഷ്മദർശൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2018 പുറത്തിറങ്ങിയ നോൺ സെൻസ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് എത്തിയ ജിതിന്റെ രണ്ടാമത്തെ സിനിമയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഒരു സിനിമ. ഈ ഒരു സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് നമ്മുടെ സ്വന്തം സിദ്ധാർത്ഥ ഭരതനും ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? തീർച്ചയായും കമന്റിൽ പറയുക. അല്ലു അർജുനെ നായകനാക്കി സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പുഷ്പ 2 എന്ന് പറയുന്ന ഒരു സിനിമ. സിനിമയുടെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു പടത്തിലെ ഒരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുഷ്പ 2ലെ ദ കപ്പിൾ സോങ് എന്ന് പറയുന്ന ഒരു സോങ് ആയിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 ഭാഷകളിലായാണ് ഈ ഒരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോങ് എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ വളരെയധികം ട്രെൻഡിങ് ആണ്. അതിലെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു സോങ് കേട്ടവരുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു പുഷ്പ 2 സിനിമയിൽ ഈ ഒരു ദി കപ്പിൾ സോങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. പിന്നെ ആരൊക്കെയാണ് ഈ ഒരു പുഷ്പ 2 എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അവരും തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പ്രശാന്ത് നീൽ പ്രഭാസ് കൂട്ടുകെട്ടിൽ 2023 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ ചിത്രം തന്നെയായിരുന്നു സലാർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ മിക്സഡ് അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തിനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സലാർ സിനിമയുടെ രണ്ടാം ഭാഗത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് സിനിമയുടെ സംവിധായകനായിട്ടുള്ള പ്രശാന്ത് നീൽ അദ്ദേഹം തന്നിരിക്കുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സലാർ സിനിമയുടെ രണ്ടാം ഭാഗം ഉപേക്ഷിച്ചിട്ടില്ല, കുറച്ച് വൈകും. രണ്ടാം ഭാഗം ഉപേക്ഷിച്ചു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും താനും പ്രഭാസും ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണെന്നും പ്രശാന്ത് നീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഭാസ് ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത പ്രൊജക്റ്റുകൾ തീർന്നാലുടൻ തന്നെ ഈ ഒരു സലാർ സിനിമയുടെ രണ്ടാം ഭാഗം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രശാന്ത് നീൽ, അതായത് സലാർ സിനിമയുടെ സംവിധായകനുള്ള പ്രശാന്ത് നീൽ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്കൊക്കെ തോന്നുന്നത് ഈ ഒരു ഗ്യാപ്പ് എടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഈ ഒരു KGF 3 ഇറക്കിയാലോ എന്തായിരിക്കും അവസ്ഥ? സോ ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് പ്രശാന്ത് നീൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് KGF 3 തന്നെയാണ്. പിന്നെ ഗൈസ്, നിങ്ങൾ പറ, ഈ ഒരു പ്രശാന്ത് നീൽ അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന സിനിമകളിൽ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? പുള്ളിയുടെ ഒരു പ്രേതപ്പടം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ സലാർ 2 വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ KGF 3 എന്തായാലും വരുമെന്നുള്ള തരത്തിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം സിനിമകളിൽ നിങ്ങൾ പ്രശാന്ത് നീൽ അദ്ദേഹത്തിൻ്റെ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അതൊന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. നടപ്പിൻ നായകൻ സൂര്യ ആൻഡ് മുരുകദോസ് കൂട്ടുകെട്ടിൽ സംഭവിച്ച വമ്പൻ സൂപ്പർ ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു ഗജിനി എന്ന് പറഞ്ഞ ഒരു സിനിമ. പടം ഇതാ വീണ്ടും റിലീസിന് ഒരുങ്ങുകയാണ്. നടപ്പിൻ നായകൻ സൂര്യയുടെ വമ്പൻ ഹിറ്റ് ചിത്രം മുരുകദോസിന്റെ സംവിധാനത്തിൽ പിറന്ന ഗജിനി എന്ന് പറയുന്ന ഒരു സിനിമ ജൂൺ 7 റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഗൈസ്, ആരൊക്കെയാണ് ഈ ഒരു ഗജിനി സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ആരൊക്കെയാണ് ഈ ഒരു ഗജിനി സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ വേണ്ടി നിൽക്കുന്നത്? തീർച്ചയായും കമന്റിൽ പറയുക ഗൈസ്. ദളപതി വിജയെ നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗോട്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപൊക്കെ ആയിട്ട് സിനിമയുടെ VFX വർക്കിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. നമ്മൾ അതന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഇപ്പോൾ ചെക്ക് ചെയ്യാം. ഈ ഒരു ഗോട്ട് സിനിമയിൽ നമുക്ക് 20-കാരനായിട്ടുള്ള ദളപതി വിജയനെ കാണാൻ സാധിക്കും. ഡി ഏഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ലോല VFXന്റെ ജോലികൾ നല്ല രീതിയിൽ തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ആയിരുന്നു ഗൈസ് അപ്പോൾ മുൻപ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. എന്താ പറയുക, ക്യാപ്റ്റൻ അമേരിക്ക, സിവിൽ വാർ, ക്യാപ്റ്റൻ മാർവൽ തുടങ്ങിയ സിനിമകളിൽ ഡി ഏഞ്ചിങ് ചെയ്തിരിക്കുന്ന ലോല VFX തന്നെയാണ് ഈ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമായിട്ടുള്ള നമ്മുടെ സ്വന്തം ദ ഗോട്ട്, അതായത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഈ ഒരു ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ VFX കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആരൊക്കെ തന്നെയാണ് ഈ ഒരു ഗോഡ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? തീർച്ചയായും താഴെ കമന്റിൽ പറയുക. പിന്നെ ഗൈസ്, ഈ ഒരു ഗോഡ് സിനിമയുടെ സെക്കൻഡ് സിംഗിളിന്റെ ഭാഗത്ത് നിന്നും ചെറിയൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് ഗോഡ് സിനിമയുടെ സെക്കൻഡ് സിംഗിൾ
സിംഗിൾ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ സോങ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയത്തില്ല. കൂടുതൽ കാര്യങ്ങൾ ഇത് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഗോഡ് സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ഓൺ ദ വേ ആണെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഈ ഒരു ഗോഡ് സിനിമയുടെ സെക്കൻഡ് സിംഗിൾ കാണാൻ സാധിച്ചേക്കും. അപ്പോൾ ഈ ഒരു ഗോഡ് സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക. അപ്പോൾ സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. നമ്മളിവിടെ പറഞ്ഞ ഇത്രയും മൂവി അപ്ഡേറ്റ്സുകളിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതൊന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ ഗായ്സ്.